സംസ്ഥാനത്ത് പലയിടത്തും അതിശക്തമായി മഴ പെയ്യുകയാണ്. മലപ്പുറത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നാണ് നിർദ്ദേശം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, വിശദാംശങ്ങൾ എന്താണ്? ജില്ലയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജാഗ്രത ജില്ലയിലുടനീളം നിലനിൽക്കുന്നുണ്ട്. അതിശക്തമായ മഴ തുടരാനുള്ള സാധ്യത നിലനിൽക്കെ എന്താണ് പുതിയ വിവരങ്ങൾ? വിപിൻ സി വിജയൻ. രജിത്ത്, ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴയാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇത് ഇപ്പോഴാണ് അല്പമെങ്കിലും ഒരു ശമനം ഉണ്ടായത്. ഒപ്പം തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതായത് കൊടുകുത്തിമല, ആട്ടിൻപാറ വെള്ളച്ചാട്ടം, കേരളക്കുണ്ട് വെള്ളച്ചാട്ടം ഒക്കെയാണ്. ഇവിടേക്കൊക്കെയുള്ള പ്രവേശനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. അതെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം വിലക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമായത് ഇവിടുന്ന് നിലമ്പൂർ വഴി നാടുകാണി ചുരം വഴി പോകുന്ന യാത്രക്കാർ അത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പോകാവൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പിൽ വന്നിരിക്കുന്നത്. അതായത് അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള യാത്രകളൊക്കെ തന്നെ മാറ്റിവെക്കണം എന്നുള്ള നിർദ്ദേശം കൂടിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇത് കൊണ്ടോട്ടിയിലെ നെടിയിരുപ്പ് എന്നുള്ളൊരു പ്രദേശമാണ്. ഏകദേശം നമുക്കിവിടെ വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് രഞ്ജിത്തെ കാണാൻ കഴിയുക. കാരണം ഏകദേശം ഒരു 900ഓളം വാഴകളാണ് ഇന്നലെ വൈകിട്ടുണ്ടായ കാറ്റിലും മഴയിലും നശിച്ചു പോയിരിക്കുന്നത്. പൂർണ്ണമായും അതൊക്കെ തന്നെ തകർന്നു കിടക്കുന്ന കാഴ്ചകളാണ്. ഇപ്പോൾ കർഷകരുടെ ഒരു കണ്ണീരിനെ സംബന്ധിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോട് നിന്നൊക്കെ നമ്മൾ കണ്ടു. മലപ്പുറത്തെ സ്ഥിതിയും സമാനമാണ്. കാരണം വരുന്ന ഓണക്കാലത്തിന്റെ വിപണി ലക്ഷ്യമിട്ടുകൊണ്ടുണ്ടാക്കിയ വാഴകളാണ് പൂർണ്ണമായും നശിച്ചിരിക്കുന്നത്. ഈ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ തന്നെ ഇതാ ഒരു നിരവധി വാഴക്കുലകൾ ഇവർ ഇന്ന് രാവിലെ ഇപ്പോൾ വെട്ടിമാറ്റി ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഒന്നുപോലും മൂപ്പെത്താത്ത ഒരുപാട് വാഴ കുലകളാണ് ഈ കിടക്കുന്നത്. നേന്ത്രവാഴ കുലകളാണ്. അബ്ദുൾ മജീദ്, അയ്യപ്പൻ ഇവർ രണ്ടുപേരുമാണ് പാട്ടത്തിനെടുത്ത് ഈ ഭൂമിയിൽ വാഴക്കൃഷി ചെയ്തത്. അതാണ് ഇന്നലത്തെ കാറ്റ് പൂർണ്ണമായും കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ വലിയ നഷ്ടമാണല്ലേ? വലിയ നഷ്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കാരണം ലോൺ എടുത്ത് കണ്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ കൃഷി തുടങ്ങിയത്. പിന്നെ 300-350 മീറ്റർ അകലത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കണ്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ കൃഷി കൊണ്ടുവരുന്നത്. അത് വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത്. കാരണം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത കോലത്തിലാണ്. ഇത് ഒരു മൂപ്പായിട്ടില്ല, പകുതി പോലും മൂപ്പായിട്ടില്ല. പിന്നെ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വാഴകളാണിത്. വളരെ നഷ്ടത്തിലാണ്. വളരെ വെച്ചാൽ ഇതൊരു ഏക്കറ സ്ഥലത്ത് ഞങ്ങൾ മൊത്തം ഉണ്ടാക്കിയ വാഴകളാണ്. ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസിന് കൊടുത്തിന് ഒരു തുക ആശ്വാസം ഉണ്ടാവും അല്ലേ? അതെ അതെ. എല്ലാം പൂർണ്ണമായിട്ട് നശിച്ചല്ലേ? പൂർണ്ണമായിട്ടും ഇനി തീരല്ല. ഇതിനിപ്പോൾ ആ പാടുള്ള ഇനി ഒരു 10-50 വാഴയും കൂടി ഉണ്ടാവും. അതിപ്പോൾ ഇങ്ങനെ വീട് കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ വന്നതിൻ്റെ ശേഷം നിങ്ങൾ കണ്ടില്ലേ, ഇത് മുറിഞ്ഞുകൊണ്ട് ഇരിക്കുക തന്നെയാണ് അപ്പോൾ വാഴക്കൃഷി അത്രത്തോളം വലിയ നഷ്ടത്തിലേക്ക് ആണ് പോകുന്നത്. ഇവർ ചിട്ടിയും ഒക്കെ എടുത്തിട്ടാണ് അല്ലേ അയ്യപ്പേട്ട? ചിട്ടിയും മറ്റേ ഇത് ബാങ്കിൽ നിന്ന് ലോണും ഒക്കെ എടുത്തിട്ടാണ് ഇത് കൃഷി ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. വളരെ ഞങ്ങൾ അധ്വാനം തന്നെ പൂർണ്ണമായിട്ടും ഇതിലാണ്. അപ്പം അത്രയും ഒരു കഷ്ടപ്പാട് എങ്ങനെയാ പറയാന്നുള്ള ലെവലിനെ പോലും നമുക്കറിയില്ല. ഒരു വളരെ ദയനീയ സ്ഥിതിയാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതിങ്ങനെ ഗവൺമെൻറ് നടക്കുന്നത്. അതാണ് അതെ, അവരുടെ അധ്വാനം മുഴുവനാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. വളരെ ദൂരത്ത് നിന്ന് വെള്ളം കൊണ്ടുവന്നായിരുന്നു ഇവർ ഈ കൃഷിയൊക്കെ നനച്ചിരുന്നത്. ഇപ്പോഴിതാ മഴ പെയ്തപ്പോൾ കൂടുതൽ വെള്ളം വന്ന് അത് മുഴുവൻ കാറ്റും മഴയുമായിട്ട് അത് പൂർണ്ണമായും നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. മറ്റൊരു കാര്യമുള്ളത് രഞ്ജിത്ത്, നിലമ്പൂരിൽ ഈ ആദിവാസി കുടുംബങ്ങളൊക്കെ പുന്നപ്പുഴ കടക്കാൻ ഉപയോഗിച്ചിരുന്നത് ചങ്ങാടമാണ്. ആ ചങ്ങാടം ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടുകൂടി തന്നെ ആ 2 ആദിവാസി നഗറുകൾ, അതായത് പുഞ്ചക്കൊല്ലി അടക്കമുള്ള 2 ആദിവാസി നഗറുകൾ പൂർണ്ണമായും ഒറ്റപ്പെടും. അവർക്ക് പുഴ കടന്ന് മാത്രമാണ് അവർക്ക് ഈ റേഷൻ കടയിലേക്ക് അടക്കം വഴിക്കടവിലേക്കൊക്കെ വരാനുള്ള ഏക സൗകര്യം ഈ ചങ്ങാടമായിരുന്നു. അപ്പോൾ ചങ്ങാടം അവിടുന്ന് ഒലിച്ചു പോയിരിക്കുന്നു. അത്ര വലിയ ഒരു ജലനിരപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ കൂടി ഒരു ശ്രദ്ധ വേണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ ഖനന പ്രവർത്തികളും ജില്ലയിൽ ഇപ്പോൾ നിർത്തിവെക്കുകയുമാണ്. ഒപ്പം തന്നെ ഇനിയും നിലമ്പൂർ പുന്നപ്പുഴ കടക്കാനുള്ള ചങ്ങാടം ഒലിച്ചു പോയതോടുകൂടി പുഞ്ചക്കൊല്ലി, അളക്കൽ ആദിവാസി നഗറുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ചങ്ങാടം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇവർ പുഴ കടന്നിരുന്നത്. മലപ്പുറം ജില്ലയിൽ പൊതുവെ ശക്തമായ രീതിയിൽ തന്നെ മഴ ലഭിക്കുന്നുണ്ട്. പല മേഖലകളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടവും കൃഷിനാശവും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിപിൻ സി വിജയൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.